ഹലോ, ഇത് നമ്മൾ ഉണ്ടാക്കിയ DIY സ്കെച്ച് ബുക്കാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞ് സ്കെച്ച് ബുക്ക്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്കെച്ച് ബുക്കിലെ ഫസ്റ്റ് പെയിൻറ്റിംഗ് ആണ്. മിക്കവാറും സ്കെച്ച് ബുക്കിലെ ഫസ്റ്റ് പെയിൻറ്റിംഗ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല പേടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള പേജുകളിലാണ് സാധാരണ ഞാൻ ആദ്യം പെയിൻറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഫസ്റ്റ് പേജ് തന്നെ ധൈര്യപൂർവ്വം എടുത്തതാണ്. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന്. കാരണം ഈ ഒരു പെയിൻറ്റിങ് നല്ല രീതിയിൽ കൊളമായിട്ടുണ്ട്. ഉദ്ദേശിച്ച പോലൊരു ഭംഗിയിലൊന്നും വന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടി ചെറിയ എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ചെയ്തിട്ട് ഇടയ്ക്ക് എത്തുമ്പോൾ ഒരു രസം തോന്നാത്തത് കൊണ്ട് പിന്നീട് എനിക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് പോയി. താഴെയുള്ള ആ നദിയും ആ സൈഡിലുള്ള പ്ലാന്റ്സും ഒക്കെ എങ്ങനെയൊക്കെ വരച്ചൊപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊന്നും കുറേ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ ആ സൺറൈസിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആ പ്ലാന്റിൻ്റെ ആ ഒരു ഭാഗത്ത് സൈഡിലെ ഭാഗത്തൊക്കെ കുറച്ചുകൂടി കാണുന്നതായിട്ടൊക്കെ റെഫറൻസ് ഫോട്ടോയിലുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കൊടുത്തില്ല. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്കെന്തോ പെയിൻറ്റിങ് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ബാക്കിയൊന്നും വലിയ കാര്യമായിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ച് വരച്ചൊന്നുമില്ല. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. പിന്നെ സ്കെച്ച് ബുക്കിൽ ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റുക സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇത് ഫസ്റ്റ് പേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം കോൺഷ്യസ്ലി അതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. ഇടയ്ക്കുള്ള പേജുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ പെയിൻറ്റിങ്സും പെർഫെക്റ്റ് ആയിട്ടൊന്നും വരാറില്ല. ചിലപ്പോൾ അത് കൊളായി പോവാറുണ്ട്, നമുക്ക് ഇഷ്ടമില്ലാത്ത പെയിൻറ്റിങ്സ് വരാറുണ്ട്. പിന്നെ സ്കെച്ച് ബുക്ക് എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് പെയിൻറ്റിങ്സ് കൊണ്ടുള്ള ഒരു എക്സിബിഷൻ നടത്താനുള്ളൊരു സ്പേസൊന്നും അല്ല. നമുക്ക് വരച്ച് പഠിക്കാനുള്ളൊരു പുസ്തകം തന്നെയാണ്. ഈ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ കുഴപ്പം അതാണ്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളുടെ ആർട്ടിനെ ജഡ്ജ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്തായാലും ഈ പെയിൻറ്റിങ്ങിനെ പറ്റി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.